Next theorem, let A and B be any positive integers and R be the remainder when A is divided by B, then GCD of A and B is equal to GCD of B and R. അപ്പോൾ GCD of A, B, D എന്നും GCD of B, R, D dash എന്ന് കൊടുത്താൽ എനിക്ക് D is equal to D dash എന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ അല്ലെ. You want to prove that D is equal to D dash. അപ്പോൾ D is equal to D dash എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നമ്പേഴ്സ് ആണ്, ഡിയും ഡി ഡാഷും രണ്ട് പോസിറ്റീവ് ഇന്റീജേഴ്സ് ആണ്. അപ്പോൾ രണ്ട് പോസിറ്റീവ് ഇന്റീജേഴ്സ് സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി D less than or equal to D dash എന്നും D dash less than or equal to D എന്ന് കാണിച്ചാൽ മതി. ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ D equal to D dash ആവും. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എയും ബി രണ്ട് പോസിറ്റീവ് ഇന്റീജേഴ്സ് അല്ലേ, ആർ ബിയുടെ റിമൈൻഡർ. അപ്പോ നമുക്കിവിടെ എയും ബിയും പോസിറ്റീവ് ഇന്റീജേഴ്സ് ആണ്, ആർ ബിയുടെ റിമൈൻഡർ വെൻ എ ഈസ് ഡിവൈഡഡ് ബൈ ബി, അതാ തന്നിട്ടുള്ളത്. അപ്പോ ബൈ ഡിവിഷൻ അൽഗോരിതം എന്തെഴുതാം? By division algorithm, there exists unique integer q അല്ലേ, there exists a unique quotient q so that b is equal, ആരെ ഡിവൈഡ് ചെയ്യണേ? a is divided by b. a നെ b കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആകുന്നില്ല. അപ്പോൾ ഡിവിഷൻ തിയറം വെച്ച് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a is equal to bq plus r, 0 less than or equal to r less than b. a is equal to bq plus r. ഇനി ഇക്വേഷൻ ഉണ്ടെന്ന് എഴുതും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് d ലെസ് ദാൻ ഓർ ഈക്വൽ ടു d ഡാഷ് ഒന്നും d ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു d ഒന്നാണ് അല്ലേ. ഇനി ഇവിടെ എയുടെയും ബിന്റെയും ജി സി ഡി എന്ന് തന്നിരിക്കുകയല്ലേ അല്ലെ. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടോ ഈ സ്റ്റേറ്റ്മെന്റിൽ? എയുടെയും ബിസിന്റെയും ജി സി ഡി എന്ന് നമ്മൾ എടുത്തിരിക്കുകയല്ലേ. എയുടെയും ബിന്റെയും ജി സി ഡി ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? d ഡിവൈഡ്സ് എ ആണ് ആൻഡ് d ഡിവൈഡ്സ് ബി ആണ്, ശരിയല്ലേ? which implies d divides a ആണ്, d divides b എന്ന് b is a multiple of d എന്നല്ലേ. ഈ ബി ക്യൂ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് ഡി എന്നല്ലോ, അതിൽ മാറ്റം വരുമോ? എന്നുവെച്ചാൽ കെ ഡി. അപ്പോ ബി ക്യൂ എന്ന് പറയുമ്പോൾ എന്താവും? കെ ക്യൂ ഡി. കെ ക്യൂ ഡി അല്ലെ ബി ക്യൂ, അത് മൾട്ടിപ്പിൾ ഓഫ് ഡി എന്നല്ലോ. അപ്പോ അവിടെ എന്തെഴുതാം? d ഡിവൈഡ്സ് ബി ക്യൂ ആണ്. ഇനി നമുക്കറിയാലോ എം ഡിവൈഡ്സ് എന്നും എം ഡിവൈഡ്സ് കെയും ആണെങ്കിൽ എം ഡിവൈഡ്സ് എൻ മൈനസ് കെ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി ഡിവൈഡ്സ് എയും ഡി ഡിവൈഡ്സ് ബി ക്യൂ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഡി ഡിവൈഡ്സ് എ മൈനസ് ബി ക്യൂ, ശരിയല്ലേ? സിംപ്ലൈസ് ഡി ഡിവൈഡ്സ് ഇക്വേഷൻ 1-ല് എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ അല്ലേ. അപ്പൊ എ മൈനസ് ബി ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ആർ അല്ലേ. അപ്പോൾ ഡി ഡിവൈഡ്സ് എന്താവും? ആറാം. implies d divides
B and D divides R. D divides B ആണ്, D divides R ആണ്. ഇതിന്റെ മീനിങ് എന്താ? D divides GCD of B ആണല്ലേ, ശരിയല്ലേ? D divides B ആണ്, D divides R ആണ്. അങ്ങനെയാണെങ്കിൽ D divides D divides B ആണ്, D divides R ആണ്. So D divides GCD of BR, which implies D divides GCD of DR നമ്മൾ എന്ത് എടുത്തിരിക്കുന്നത്? D dash എന്ന് എടുത്തിരിക്കുന്നത്. ഇതിന്റെ മീനിങ് എന്താ? D dash less than or equal to D എന്നല്ലേ? This is equation number 2. D dash less than or equal to D. ഇനി അടുത്ത് നമുക്ക് അടുത്തൊന്ന് പോകണം. D dash D less than or equal to D dash എന്ന് കാണിക്കണം അല്ലേ? നമ്മൾ GCD of AB is equal to D എന്നാണ് ഈ പണിയൊക്കെ കാണിച്ചത്. ആൾസോ GCD of BR is equal to D dash എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? GCD of BR is equal to D dash എന്നാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താ? D dash divides B ആണ് and D dash divides R ആണ്. Which implies D dash divides BQ ആണ്, D dash divides R ആണ്. Which implies D dash divides BQ minus R ആണ് നേരത്തെ പോലെ അല്ലേ? A is equal to അല്ല D dash BQ plus R ആണ്. A is equal to BQ plus R അല്ലേ? അപ്പോൾ D dash divides A ആണ്. Which implies the മുകളിൽ ഇത് അടപ്പുണ്ട്, D dash divides B അടപ്പുണ്ട് അല്ലേ? അപ്പോൾ D dash divides B and D dash divides A, which implies D dash divides GCD of B and A, അല്ലെങ്കിൽ A and B. GCD of A and B എന്താണ്? അതിൽ D dash divides B. D dash divides B ആണെങ്കിൽ മീനിങ് എന്താ? D dash less than or equal to D ആവും. Question 3. By using 1 and 3, by using 2 and 3, we get D is equal to D dash. ശരിയാണോ? D എന്ന് വെച്ചാൽ GCD of AB, that is D എന്ന് വെച്ചാൽ GCD of AB അല്ലേ? D dash എന്ന് വെച്ചാൽ GCD of B ആണ്. GCD of B. GCD of AB is equal to GCD of B ആയാലും
ഇപ്പൊ പറഞ്ഞ ഇപ്പൊ നോക്കിയേ ഇപ്പൊ ഒരു എക്സാമ്പിൾ കൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോ ലെറ്റ് A is equal to 120 and B is equal to 28. Then GCD എന്തായിരിക്കും ഇവിടെ? 120ന്റെ ഡിവൈസേഴ്സ് ആരൊക്കെ? 120ന്റെ ഡിവൈസേഴ്സ് ഓഫ് 120 ആരൊക്കെ? 1, 2, 3, 4, 5, 6, 7 വരില്ല അല്ലേ? 8 വരുമോ? 8, 9 വരുമോ? 9 വരൂല. 10, 11 വരില്ല. 12, 13 വരില്ല. 14 വരില്ല. 15 വരൂ അല്ലേ? 15 വരില്ലേ? 16 വരില്ല. 17 വരില്ല. 18, 20 വരും അല്ലേ? അടുത്ത ആര് വരും? 20 കഴിഞ്ഞാൽ 24 വരുമോ? 24 വരും. 25 വരില്ല. എങ്ങനെ പോകും നമുക്ക്? കാരണം 28 വരെ മറ്റടുത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. 28 വരില്ലല്ലോ. 28 വരത്തില്ല. അടുത്ത് ഡിവൈസേഴ്സ് ഓഫ് 28 1, 2, 3 വരില്ല. 4, 5 വരില്ല. 6 വരില്ല. 7 അല്ലേ? 8 വരില്ല. 9 വരില്ല. 10 വരില്ല. 11 വരില്ല അല്ലേ? 14 വരും. പിന്നെ 28 വരും. ഇതിൽ കോമൺ ആരൊക്കെ ഉണ്ട്? 1ഉം 2ഉം 4ഉം മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ GCD ഓഫ് 120, 28 A, B is equal to 120, 28ന്റെ GCD 4 ആണ് അല്ലേ? ഇനി 120നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ എന്ത് വരിക? എത്ര വരൂടെ? 28 × 4 എത്ര? 4, 8, 32, 4, 2, 8, 112, 8 വരും റിമൈൻഡർ അല്ലേ? ബൈ ഡിവിഷൻ അൽഗോരിതം (120 is equal to 28 into 4 plus 8). ശരിയല്ലേ? ഇവിടെ Q എന്ന് പറയുന്നത് 4 അല്ലെ? Q എന്ന് പറയുന്നത് 4, R എന്ന് പറയുന്നത് 8, ഇത് A, ഇത് B. ഓക്കെ, മുകളിലത്തെ തിയറം പറഞ്ഞ എന്താ? ബൈ എബോ തിയറം GCD ഓഫ് പറയുന്നേ GCD ഓഫ് AB is equal to GCD ഓഫ് BR എന്നല്ലേ? ഇല്ല, ഇവിടെ R എന്ന് വെച്ചാൽ എന്താ? ഇവിടെ R എത്ര? ഇവിടെ R is equal to 8 ആണ്. അപ്പോ GCD ഓഫ് B എന്ന പ്ലേസിൽ എത്ര വന്ന? ഇവിടെ 28, 8 എത്ര? Factors of 28 നമ്മൾ എഴുതി 1, 2, 4, 7, 14, 28. Factors of 8 1, 2, 4, 8. ഇതിൽ ഗ്രേറ്റസ്റ്റ് ആരാ? കോമൺ ആരാ? 1, 2, 4 കോമൺ ആണ് അല്ലെ? ഗ്രേറ്റസ്റ്റ് ആരാ? 4 ആണ്. കോമൺ ഫാക്ടേഴ്സ് 1, 2, 4. For GCD of greatest common factors of 28, 8 to 4 അല്ലെ? 28 അല്ലേ B അല്ലെ? നോക്കി
a, b ന്റെ GCD യും b, r ന്റെ GCD സെയിം ആയല്ലോ. That is GCD of a, b is equal to GCD of b, r. ഈ എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്തല്ലോ. യൂക്ലിഡിയൻ അൽഗോരിതം. യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്യുന്നത് രണ്ട് നമ്പേഴ്സിന്റെ GCD കണ്ടുപിടിക്കാനാണ്. രണ്ട് നമ്പേഴ്സിന്റെ GCD കണ്ടുപിടിക്കാനാണ് യൂക്ലിഡിയൻ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത്. So let A and B be any two positive integers with A less than or equal to B A greater than or equal to B. അപ്പോൾ യൂക്ലിഡിയൻ അൽഗോരിതം ഞാൻ പറയുവാണ്. ഫസ്റ്റ് നമ്മൾ എനെ ബിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബി ഇസ് ഈക്വൽ ടു അല്ല എ ഇസ് ഈക്വൽ ടു ബൈ ദെൻ ബൈ ഡിവിഷൻ അൽഗോരിതം നമുക്ക് എന്ത് എഴുതാം? then by division algorithm A is equal to BQ plus BQ plus R1 എന്ന് എടുത്തു. 0 less than or equal to R1 less than B. അടുത്ത് ശ്രദ്ധിക്കുക, അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അടുത്ത് ഈ ബിനെ അല്ലെ, ഇവിടെ ഇത് ഡിവൈസർ ബി ആണ്. ബിനെ R1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഫസ്റ്റ് റിമൈൻഡർ കൊണ്ട്. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു ഇവിടെ Q1 എന്ന് എടുത്തോട്ടെ, കോഷ്യന്റ് R1 Q2 പ്ലസ് R2, അതായത് ബിനെ R1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 0 less than or equal to R2 less than R1. അടുത്ത് ഈ R1 R2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയാ? R1 is equal to R2 Q3 plus R3. 0 less than or equal to R3 less than R2. അടുത്ത് എന്ത് ചെയ്യണം? ഈ R2നെ R3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. R2 is equal to R3 Q4 plus R4. 0 less than or equal to R4 less than R3. അടുത്ത് എന്ത് ചെയ്യുക? ഈ R3നെ R4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ R3 is equal to R4 Q5 plus R5. 0 less than or equal to R5 less than R4. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, എക്സെട്ര. And by division algorithm, then we apply division algorithm successively. ഇതിങ്ങനെ പോയി എവിടെ പോയി നിൽക്കും? ഒരു Rn കൂടെ R3 അല്ലേ ആണ്, Rn-2 ഈക്വൽ ടു അല്ലെ. ഇവിടെ 3 വന്നപ്പോൾ ഇവിടെ 4 വന്നു, ഇവിടെ 5 വന്നു അല്ലെ. അപ്പോ Rn-1 Qn പ്ലസ് അടുത്തത് Rn 0 less than or equal to Rn less than Rn-1. ഇങ്ങനെയാണല്ലോ പോവാ.
പക്ഷെ ഒരു സ്റ്റെപ്പിൽ ഏത് സ്റ്റെപ്പ് ആയാലും നിങ്ങൾ എത്ര മുന്നോട്ട് പോയാലും ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്തായാലും ഒരു റിമൈൻഡർ 0 വരുന്ന സ്റ്റെപ്പ് ഉണ്ടാവും. അത് Rn - 1 is equal to Rn Qn plus 1 plus 0. ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതുമ്പോൾ നോക്കിയാ ഇവിടെ R1 റിമൈൻഡർ ആണ്, ഇവിടെ R2 റിമൈൻഡർ ആണ്, R3 റിമൈൻഡർ ആണ്, R4, R5 എക്സെട്ര. ഇവിടെ Rn അവസാനം 0. റിമൈൻഡർ 0 വരുമ്പോൾ പിന്നെ നമ്മൾ Rn-നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ നമ്മൾ അവസാനിപ്പിക്കും. അപ്പൊ ഇങ്ങനെ എഴുതിയ സ്റ്റെപ്പുകളിൽ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ Rn-നെയാണ് നമ്മൾ GCD എന്ന് വിളിക്കുന്നത്, അല്ലെ? കാരണം എന്താണെന്നറിയാം, ഇവിടെ എൻ്റെയും ബിന്റെയും GCDയും ബിന്റെയും R1-ന്റെയും GCD സെയിം അല്ലേ? ഇവിടെ നോക്കിയേ, ബിന്റെയും R1-ന്റെയും GCDയും R1-ന്റെയും R2-ന്റെയും GCD സെയിം അല്ലേ? തൊട്ടുമുള്ള നിയമമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത R1-ന്റെയും R2-ന്റെയും GCDയും R2-ന്റെയും R3-ന്റെയും GCD സെയിം അല്ലേ? അടുത്ത് ഇവിടെ R2-ന്റെയും R3-ന്റെയും GCDയും R3-ന്റെയും R4-ന്റെയും GCD സെയിം അല്ലേ? അതല്ലേ ഈ തിയറം പറയണേ, അല്ലേ? ഇവിടെ പറഞ്ഞ എൻ്റെയും ബിന്റെയും GCDയും ബിന്റെയും R-ന്റെയും GCD സെയിം ആണെന്നല്ലോ ഈ തിയറം പറഞ്ഞു, അല്ലേ? എൻ്റെയും ബിന്റെയും GCDയും അടുത്ത് ബിന്റെയും R-ന്റെയും GCDയും സെയിം ആണെന്നാണല്ലോ ഈ തിയറം പറഞ്ഞത്, അല്ലേ? ഇതേ പ്രോസസ്സ് ഞാൻ എന്ത് ചെയ്തു, അവിടെ അങ്ങ് റിപ്പീറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്തു. എന്താ ഇവിടെ പറയുന്നു, എൻ്റെയും ബിന്റെയും GCDയും ബിന്റെയും R1-ന്റെയും GCDയും സെയിം ആണെന്ന് പറയുന്നു. അടുത്ത് ഇവിടെ നിന്ന് എന്ത് എഴുതാം, ബിന്റെയും R1-ന്റെയും GCDയും R1-ന്റെയും R2-ന്റെയും GCDയും സെയിം ആണ്, ശരിയല്ലേ? R1-ന്റെയും R2-ന്റെയും GCDയും R2-ന്റെയും R3-ന്റെയും GCDയും സെയിം ആണ്. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. By above theorem, we have GCD of AB is equal to GCD of B R1, അല്ലേ? അതല്ലേ പറയുന്നത്, B R1. അടുത്ത GCD of B R1 is equal to GCD of B R2 is equal to GCD of R1 R2. GCD of R1 R2 is equal to GCD of R1 R2 എന്താണ്, R1 R2 GCDയും R2 R3 GCD സെയിം ആണ്. ഈ പ്രോസസ് ഇങ്ങനെ പോയ ലാസ്റ്റ് ഇവിടെ നോക്കി Rn - 1-ന്റെയും Rn-ന്റെയും GCD സെയിം ആയിരിക്കുമല്ലോ, ശരിയല്ലേ? ഇനി നോക്ക്, ഇവിടെ കണ്ട Rn - 2-ന്റെയും Rn - 1-ന്റെയും Rn-ന്റെയും ഈ Rn - 1 മൾട്ടിപ്പിൾ ഓഫ് Rn അല്ലേ? അപ്പോൾ Rn-ന്റെയും Rn - 1-ന്റെയും GCD ആരായിരിക്കും? Rn ആയിരിക്കും, അല്ലേ? ഈക്വൽ ടു, ശരിയല്ലേ? Rn - 1-ന്റെയും Rn-ന്റെയും GCD Rn ആയിരിക്കും. എന്തുകൊണ്ട് Rn ആയി? Rn ആയി? Rn - 1 is equal to മൾട്ടിപ്പിൾ ഓഫ് Rn അല്ലേ? ഇവിടെ 0 അല്ലേ? അപ്പൊ Rn - 1 is a മൾട്ടിപ്പിൾ ഓഫ് Rn. അപ്പോൾ Rn - 1-ന്റെയും Rn-ന്റെയും GCD എന്താവും? Rn ആവും. അപ്പോൾ എൻ്റെയും ബിന്റെയും GCD എന്താവും? Rn ആവും, ശരിയല്ലേ? Thus GCD of AB is equal to Rn. Hence GCD of A and B is the GCD of A and B is Rn അല്ലേ? Rn എന്ന് വെച്ചാൽ ആരാണ്?
the last non-zero remainder. Last non-zero remainder in the Euclidean algorithm. Last non-zero remainder in the Euclidean algorithm. ശരിയല്ലേ? ക്ലിയർ ആണോ? രണ്ട് നമ്പേഴ്സിന്റെ GCD കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് രണ്ടാമത്തെ ഈ ചെറിയ ആളിനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അടുത്ത് ഈ ഇവിടുത്തെ ഡിവൈസറിനെ അടുത്ത റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അടുത്ത ഡിവൈസറിനെ അടുത്ത റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അടുത്ത ഡിവൈസറിനെ അടുത്ത റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ പോകുമ്പോൾ ലാസ്റ്റ് ഒരു സീറോ റിമൈൻഡർ വരും. അങ്ങനെ എഴുതുന്ന സ്റ്റെപ്പിലെ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡറിനെയാണ് GCD എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? So, using Euclidean algorithm, find the GCD of two 076 and 1776. എന്ത് ചെയ്യണം? വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. വലുതാരാ? 2076. 2076നെ 1776 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തായാലും എന്തേ വരുള്ളൂ? ഒരു പ്രാവശ്യം വരുള്ളൂ. കാരണം ക്ലിയർ അല്ലേ? 6 0 7 3 10 അല്ലേ? ശരിയല്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെ എഴുതാം, 2076 ഡിവൈഡ് 2076 by 1776 then by Euclidean algorithm then by division theorem, division algorithm. എന്തെഴുതാം? 2076 is equal to 1776 into 1 plus 300. അടുത്ത എന്ത് ചെയ്യണം? ഈ 1776നെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1776നെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1776 by 300 5 അല്ലേ? 1500 അല്ലേ? 1276 അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതാം. ഇവിടെ ഡിവിഷൻ തിയറം വെച്ചെഴുതാം. 1776 is equal to 300 into 5 plus 1276. ഇടോ അടുത്തെന്ത് ചെയ്യണോടോ? അടുത്തെന്ത് ചെയ്യണം? അപ്പൊ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു, അടുത്ത് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു, അടുത്തെന്താ? എന്ത് ചെയ്യണം? ഇവിടെ 1276 എഴുതാൻ പാടുണ്ടോ? 300 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ ഈ വലിയ അബദ്ധത്തിൽ കാണിച്ച് റിമൈൻഡർ 300 കൊണ്ടേക്കാളും ചെറുതാവണ്ടേ? തെറ്റല്ലേ? അടുത്തെന്ത് ചെയ്യണം? എന്താ കാണിച്ചിരിക്കുന്നത്? ഡിവിഷൻ തെറ്റിച്ചല്ലോ. ഓഹോ, എന്താ 300 into 5 plus 276. അടുത്തെന്ത് ചെയ്യണം? അടുത്ത് ഈ 300നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 276 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അടുത്ത് 300 by 276. 300 by 276 അത് ഒന്നേ ഉള്ളൂ അല്ലേ? 276
24. അപ്പോൾ ഇവിടെ എന്താവും 300 is equal to 276 into 1 plus 24. അടുത്ത എന്ത് ചെയ്യാം? ഈ 276നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 276നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 276 by 24 അല്ലെ? 276 by 24. 1 24 36 1 24 12. അപ്പോൾ എന്താവും? 276 is equal to 24 into 11 plus 12. അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത് 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ശരിയല്ലേ? 24 is equal to 12 into 2 plus 0. ഓക്കെ, യൂക്ലിഡിയൻ അൽഗോരിതം ആയല്ലോ അല്ലെ? First divide 2076 by 1776, then by division theorem (2076 is equal to 1776 into 1 plus 300. അടുത്ത എന്ത് ചെയ്തു? 1776നെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 plus 276. അടുത്ത് 300നെ 276 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 276 into 1 plus 24. അടുത്ത് 276നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ? 276നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ? അല്ലെ? 4 6 64 12. അപ്പോൾ 24 into 11 plus 12. അടുത്ത് 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു പ്ലസ് 0. നോക്കിയേ, ഇത്രയും കണ്ടല്ലോ. നമ്മൾ വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ എഴുതി. ചെറുതിനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത ഡിവൈസറിനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത ഡിവൈസറിനെ അടുത്ത റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത ഡിവൈസറിനെ അടുത്ത റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത ഡിവൈസറിനെ അടുത്ത റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ പോയപ്പോൾ ഒരു 0 റിമൈൻഡർ വന്നു. GCD എന്ന് പറഞ്ഞാൽ ആരാണ്? ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആരാണ്? 12 ആണ്. 12 is the GCD അല്ലെ? GCD of A and B is last GCD of 2076 and 1776 is the last non-zero remainder. Last non-zero remainder. Last non-zero remainder. Therefore, GCD of GCD എഴുതേണ്ട ആവശ്യമുള്ള നമ്മൾ ബ്രാക്കറ്റ് ഇട്ടാൽ മാത്രം മതി. ഓൾറെഡി വേറെ ഒന്ന് വായിച്ചു കളയല്ലേ. GCD ആണ് ഈക്വൽ ടു എന്തായി 12 കിട്ടി. Apply the Euclidean algorithm
to find the GCD of GCD എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ബ്രാക്കറ്റ് മാത്രം ഇട്ടാൽ മതി. 4076, 1024. എന്ത് ചെയ്യണം? വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4076 by 1024 അല്ലേ? 3 ആണെങ്കിൽ 12 അല്ലേ? 4 0 0 4 അല്ലേ? ബൈ ഡിവിഷൻ തിയറം നമുക്ക് എന്തെഴുതാം? 4076 is equal to 1024 into 3 plus 1004. നെക്സ്റ്റ് എന്ത് ചെയ്യാം? 1004നെ 1024 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1024നെ 1004 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 വരുള്ളൂ അല്ലേ? അപ്പൊ എന്താ വരിക? 20 വരും. അപ്പോ 1024 is equal to 1004 into 1 plus 20. അടുത്ത് എന്ത് ചെയ്യാം? 1004നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1004 by 20 അല്ലേ? 50 20 അല്ലേ? 1000 ശരിയാ? അപ്പോ 1004 is equal to ഇത് 1004 is equal to 20 into അല്ലേ 50 plus 4. അടുത്ത് എന്ത് ചെയ്യണം? 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിപ്പോ ഇനി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം. 20 is equal to 4 into 5 plus 0. GCD ആരുടെ? ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ അല്ലേ GCD? But GCD is the last non-zero remainder 4. Therefore, GCD of 4076, 1024 is equal to 4. അപ്പോൾ GCD കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡ് ആണ് അല്ലേ യൂക്ലിഡിയൻ അൽഗോരിതം.